മുൻ സർക്കാരിന്റെ കാലത്ത് വഴിവിട്ട നിയമനം ലഭിച്ച ബോഡി ബിൽഡർ ഷിനു ചൊവ്വയെ പുറത്താക്കും. ഷിനു ചൊവ്വയുടെ പരിശീലനം നിർത്തിവെക്കാൻ മന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകി. SII നൽകി വരുന്ന പരിശീലനം നിർത്തിവെക്കാനും പരാതികളിൽ അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാനും DGPക്ക് നിർദ്ദേശം. നിയമനം റദ്ദാക്കുന്നതിന് മുന്നോടിയായാണ് നടപടി. ശാരീരികക്ഷമതാ പരീക്ഷയിൽ പരാജയപ്പെട്ട ഷിനുവിന് നിയമനം നൽകിയതിൽ CPIM ബന്ധമെന്ന ആക്ഷേപം ഉയർന്നിരുന്നു. എന്നാൽ നിയമനം റദ്ദാക്കുന്നത് കായിക താരങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് ഷിനു ചൊവ്വ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇതിനെതിരെ നിയമപരമായി നേരിടുമെന്നും ഷിനു ചൊവ്വ പറഞ്ഞു. കേൾക്കാം. പൂർണ്ണമായും നിയമപരമായിട്ട് മാത്രമാണ് ഞാൻ ഈ നിയമനം നേടിയിട്ടുള്ളത്. അതുകൊണ്ട് നിയമത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ഇതിനെതിരെ ഏത് അറ്റം വരെ ഞാൻ പോകും. ഞാനിപ്പോൾ ഒരു ഹൈക്കോടതിയിലേക്ക് ലീഗലി ഇതിന് അനുസൃതമായിട്ട് മൂവ് ചെയ്യാൻ പോവുകയാണ്. വിളിച്ചു വരുത്തിയിട്ട് ഇലയിട്ടിട്ട് ചോറില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ എന്നോട് കാണിച്ചിരിക്കുന്നത്. ഞാൻ ഒരു രാഷ്ട്രീയക്കാരനല്ല, ഞാൻ ഒരു കായിക താരമാണ്. ഇതൊരു കായിക മേഖലയോടുള്ള ഒരു വെല്ലുവിളിയാണെന്നാണ് പറയാനുള്ളത്. ഹരിമോഹൻ ചേരുന്നു. ഹരി, വിളിച്ചു വരുത്തി ഇലയിട്ടിട്ട് ചോറില്ലെന്ന് പറയുന്ന മനോഭാവമാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പൊ നിലവിൽ ഭരണപക്ഷം എടുക്കുന്ന ഒരു നിലപാട് ആ ഇലയിട്ടതിൽ എന്തെങ്കിലും വഴിവിട്ട കളികൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ പക്ഷം. പക്ഷേ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഇദ്ദേഹത്തിന്റെ തീരുമാനം, അല്ലേ? റോഷ്നി, തീർച്ചയായിട്ടും ഇലയിട്ടിട്ട് കുറെ കാലമായി. അതായത് പിണറായി സർക്കാരിന്റെ അവസാന കാലത്താണ് ഇങ്ങനെ ഒരു നിയമനം നടത്താൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. അതായത് സാധാരണ ഈ സ്പോർട്സ് കോട്ടയിലൊക്കെ ജോലി നൽകുന്ന ഒരു സമയത്ത്, സ്പോർട്സ് കോട്ട എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ചില കായിക ഇനങ്ങളുണ്ട്. ആ കായിക ഇനത്തിൽ ഇതേവരെ ഇടം പിടിക്കാത്ത ഒന്നാണ് ഈ ശരീര സൗന്ദര്യ മത്സരം അഥവാ ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്നത്. അന്ന് മന്ത്രിസഭാ യോഗമാണ് ഷിനു ചൊവ്വയ്ക്കും ചിത്രേഷ് നടേഷിനും ജോലി നൽകാൻ വേണ്ടി, പോലീസിൽ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അന്ന് ചൂണ്ടിക്കാണിച്ചത്, അല്ലെങ്കിൽ മന്ത്രിസഭാ യോഗം വിലയിരുത്തിയത്, ഇവർ സംസ്ഥാനത്തിനും രാജ്യത്തിനും വേണ്ടി കരസ്ഥമാക്കിയിട്ടുള്ള നേട്ടങ്ങൾ അത് പരിഗണിച്ചുകൊണ്ട് ശരീര സൗന്ദര്യ മത്സരമാണെങ്കിൽ പോലും ഇവർക്ക് പോലീസിൽ ജോലി നൽകാമെന്നുള്ളതാണ്. ആദ്യം അങ്ങനെ ഒരു തീരുമാനം വന്ന് അന്ന് തന്നെ തുടക്കത്തിൽ തന്നെ അതിന് എതിർപ്പുകൾ ഉണ്ടായിരുന്നു. മാസങ്ങൾ മുമ്പായിരുന്നു വലിയ തോതിൽ ഇവർക്ക് CPM ബന്ധമുണ്ട് എന്നുള്ള കാര്യം ആരോപിക്കപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ നിയമനത്തിൽ ഉറച്ചു നിൽക്കാൻ തന്നെ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. തുടർന്ന് രണ്ടുപേർക്കും ഇതിനു വേണ്ടിയിട്ടുള്ള കായികക്ഷമതാ പരീക്ഷ നടത്തി. ആ കായികക്ഷമതാ പരീക്ഷയിൽ ഷിനു ചൊവ്വ പരാജയപ്പെട്ടു എന്നുള്ളതാണ് പ്രധാന കാര്യം. അതിൽ ഓട്ട മത്സരത്തിലാണ് പരാജയപ്പെട്ടത്. ചിത്രേഷ് നടേശനാവട്ടെ ഇതിൽ പങ്കെടുത്തതുമില്ല, ആ പരീക്ഷയിൽ പങ്കെടുത്തതേ ഇല്ല എന്നുള്ളത് കൂടി അതിനകത്ത് വിചിത്രമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഈ രണ്ട് സംഭവങ്ങൾ, ഒരാൾ പരാജയപ്പെട്ടു, ഒരാൾ പങ്കെടുക്കാതിരുന്നിട്ട് കൂടി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ നിയമനം നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വീണ്ടും സർക്കാർ എത്തി എന്നുള്ളതാണ്. അങ്ങനെ ADGP, അതായത് പോലീസ് ആസ്ഥാനത്തിന്റെ ADGP S ശ്രീജിത്താണ് ഒരു റിപ്പോർട്ട് നൽകിയത്. അതായത് ഈ ഓട്ട മത്സരം നിർബന്ധമല്ല, ഇവർ ശരീര സൗന്ദര്യ മത്സരത്തിലെ വിജയികളായതുകൊണ്ട് ഇവർക്ക് ഓട്ട മത്സരം നിർബന്ധമല്ല, ഒരു പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഇവർക്ക് നിയമനം നൽകാൻ കഴിയുമെന്നുള്ള ഒരു ശുപാർശ ADGP DGPക്ക് നൽകുന്നു.